കളക്ടർ ആവുക, IPS ഓഫീസർ ആവുക, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ഒരു ഡ്രീമാണ്. IAS ഇന്ത്യൻ ഭരണ സർവീസ്. സിവിൽ സർവീസിന് പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും കാശെന്ന് പറയുന്ന ഒരു വിഷയമാകരുത്. നമ്മൾക്ക് ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട്, അതായത് സിവിൽ സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി പഠിക്കണം എന്നുള്ളത്. ഡൽഹി എന്ന് പറയുന്ന ഒരു ഹബ്ബായിട്ട് മാറിയതായിരുന്നു. നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു മിത്താണ് സിവിൽ സർവീസിന് പഠിക്കുന്ന ആളുകൾ ഈ സൂര്യന് കീഴിലുള്ള മൊത്തം കാര്യം അറിയണം എന്നുള്ളത്. സത്യം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതൊരു എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്നത് അല്ലെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ ഒരു 6-7 വർഷം എടുത്ത് നോക്കുവാണെങ്കിൽ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ആക്ച്വലി പ്രിലിംസിലും മെയിൻസിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2025 എക്സാം എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് അനാലിസിസ്. നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റണം. ഈ പല പല സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഞാൻ എന്തിനാണ് ഇത്തരം ഒരു 12,000 രൂപ കൊടുത്ത് IPM IAS എന്ന് പറയുന്ന ഒരു ആപ്പ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാകില്ലേ? നോർമലി നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ലെക്ചർ ടൈം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്കുള്ളത് അറ്റൻഷൻ സ്പാൻ. അപ്പോൾ അതേപോലെ ഓരോന്നും ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. എല്ലായിടത്തും ഫീസ് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ മുടക്കിയിട്ടുള്ള മൊത്തം കാശും അവർ എവിടേക്ക് ഇടും? ഫീസ്, കുട്ടികളുടെ ഫീസിലേക്ക് ഇടും അല്ലേ? ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്യൂഷന് പോവാണ്, എത്ര രൂപയായിരിക്കും ഫീസ്? 1000+ ആയിരിക്കുമല്ലോ. 12,000 ആണ് ഫീസെങ്കിൽ പോലും നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് 1000 റുപ്പീസേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ സംശയ ദൂരീകരണത്തിന് എങ്ങനെയാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ സഹായിക്കുക എന്നുള്ളൊരു ചോദ്യം വരില്ലേ? മോസ്റ്റ്ലി എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തിരിക്കുന്നത് ഡൗട്ട് എങ്ങനെയൊക്കെ വരാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് തന്നെ. എന്നാലും പിന്നെയും കുറച്ച് ഡൗട്ട്സ് ഒക്കെ റിമൈനിങ് ആവും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ലൈവായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ IPM IAS എന്നാണ് ഈ ആപ്പിന്റെ പേര് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇത് സിവിൽ സർവീസുകാർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ആപ്പാണോ? സിവിൽ സർവീസിന് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നോളജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാറും. എല്ലാ പോസ്റ്റിന്റെയും ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു IAS കാരനോ IPS കാരനോ ഒക്കെ ആയിരിക്കും. സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ PSC നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ വലിയ സ്വപ്നം കാണും, ആ സ്വപ്നത്തിൽ നിന്ന് പഠിക്കുക. അപ്പം ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ ഇത്രയും കോണ്ടന്റ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഏകദേശം 2000-ലധികം വീഡിയോസ് ഇതിനകത്തുണ്ട്, ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള ഈ സിലബസിനെ ഫുൾ കവർ ചെയ്തുകൊണ്ടുള്ള. India's most affordable IAS coaching for civil service aspirants. Download IPM IAS. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സിവിൽ സർവീസ് ഓഫീസർ ആവുക, കളക്ടർ ആവുക, IPS ഓഫീസർ ആവുക, ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ഒരു ഡ്രീമാണ്. പക്ഷേ ഈ ഒരു ഡ്രീമിലേക്ക് എത്താൻ നേരത്തേക്ക് നമ്മളെ പുറകോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വലിയ മികച്ച സിവിൽ സർവീസ് അക്കാഡമികളിൽ പോകണം, അതിന് ലക്ഷക്കണക്കിന് രൂപ ചെലവാകും, എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അതിനെ അനുവദിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള പേടി കൊണ്ട് പുറകോട്ട് വലിയുന്നവരായിരിക്കും ഒരുപാട് പേര്. പക്ഷെ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. IPM IAS എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ ഈ ആപ്പിനെ കുറിച്ചും ഈ കോഴ്സ് ഡെവലപ്പ് ചെയ്ത ആളെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ഗൗതമൻ. സിവിൽ സർവീസ് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ ഒരു പേടി എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച അക്കാഡമികളിൽ പഠിക്കണം, അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാകും എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ 12,000 രൂപയ്ക്ക് ഈ ഒരു ആപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. കോഴ്സ് ഡെവലപ്പ് ചെയ്ത ആൾക്ക് ഇതെങ്ങനെയായിരിക്കും അഫോർഡബിൾ ആകുക? ഈ ക്ലാസ്സുകളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് സിലബസിനകത്ത് വരുന്ന ജനറൽ സ്റ്റഡീസ് സബ്ജക്റ്റുകളെല്ലാം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ റെക്കോർഡ് ചെയ്തേക്കാണ്. നമ്മുടെ ഫാക്കൽറ്റിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് അഫോർഡബിൾ ആക്കാൻ പറ്റും. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് എന്താണ്? ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻഫർമേഷൻ കിട്ടണം. അതായത് ആ കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണം. അപ്പം നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി നമ്മളത് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷനകത്ത്. ഇതിപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. IPM IAS എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ നമുക്ക് കിട്ടുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഇത് പഠിക്കുമ്പോൾ ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ സംശയ ദൂരീകരണത്തിന് എങ്ങനെയാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ സഹായിക്കുക എന്നുള്ളൊരു ചോദ്യം വരില്ലേ? നമുക്ക് ആപ്പിലൂടെ തന്നെ നമുക്കതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് അവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമ്മൾ തന്നെ ലൈവ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യും. ഇവിടെ ജോയിൻ ചെയ്യുന്ന ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും നമ്മൾ ലൈവ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുകയും അപ്പം ആ ക്ലാസ്സസിന് ഇപ്പം കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ജോയിൻ ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കുമല്ലോ, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെഷൻസും അവർക്ക് അവൈലബിൾ ആയിരിക്കും. സോ മോസ്റ്റ്ലി എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തിരിക്കുന്നത് ഡൗട്ട് എങ്ങനെയൊക്കെ വരാം
എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് തന്നെ. കാരണം എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, എന്നാലും പിന്നെയും കുറച്ച് ഡൗട്ട്സ് ഒക്കെ റിമൈനിങ് ആവും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സെഷൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ലൈവായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു മാസത്തിൽ ഇപ്പോൾ ഇത്ര ലൈവ് സെഷൻസ് ഉണ്ടാകും അങ്ങനെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്? നമ്മൾ ലൈവ് സെഷൻസ്, അതായത് ഇന്ററാക്റ്റീവ് സെഷൻസ് എന്തായാലും ഒരു 4-5 സെഷൻസ് നമ്മൾ എന്തായാലും കൊടുക്കും എല്ലാ മാസം. അതെ, അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ സിവിൽ സർവീസ് എക്സ്പേർട്സിൻ്റെ ആയാലും സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിൻ്റെ ആയാലും പിന്നെ സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസും ഒക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ ആയിരിക്കും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കറണ്ട് അഫേഴ്സ്, അത് എല്ലാ മാസവും പോകുന്ന ഒരു ക്ലാസ് ആണ്. കാരണം കറണ്ട് അഫേഴ്സ് നമുക്ക് ഒരിക്കലും റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചകളിലും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സസ് ലൈവായിട്ടും ഉണ്ടാകും. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ആയിട്ടും ഉണ്ടാകുന്നതാണ്. ഈ പല പല സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുകൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഞാൻ എന്തിനാണ് ഇത്തരം ഒരു 12,000 രൂപ കൊടുത്ത് IPM IAS എന്ന് പറയുന്ന ഒരു ആപ്പ് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം പലർക്കും ഉണ്ടാകില്ലേ? അതിനൊരു ആൻസർ വരാമോ? അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പഠിക്കുകയാണ്, നമ്മൾ പോകുമ്പോൾ നമ്മൾ ലൈവ് അവിടെ പോയി പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പെയിൻ പോയിന്റ്സ് ഉണ്ട്. അതായത് ഒന്ന്, നമ്മുടെ ട്രാവലിംഗ് ടൈം, അവിടേക്ക് എത്തേണ്ട ഒരു ടൈം വരും, അവിടെ എനർജിയും ടൈമും ഒക്കെ നമുക്ക് ലോസ് ആവുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഫീ ആയിരിക്കും അവിടെ ഉള്ളത്, അതും നമുക്കൊരു ലോസാണ്. ആക്ച്വലി ഒരു സിവിൽ സർവീസ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല മോട്ടിവേറ്റഡ് ആണെങ്കിൽ, അവർക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കോണ്ടന്റ് ആണ് കിട്ടേണ്ടത്, അല്ലേ? അവർക്ക് കൃത്യമായിട്ട് ഒരാൾ പഠിപ്പിച്ചു തരുന്ന കോണ്ടന്റ് അവർക്ക് കിട്ടണം. അങ്ങനെയും കിട്ടണമെന്നില്ല, ചിലപ്പോൾ ചില നോട്ട്സ് വെച്ച് പഠിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഒരു ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുകയാണ്, അതും നോട്ട്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ, PPT-യിലൂടെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സും അവൈലബിൾ ആണ്. അപ്പം ഇത് ടോപ്പിക് സ്പെസിഫിക്കും കൂടാണ്. ഞാൻ പറയാൻ കാര്യം, നോർമലി നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ലെക്ചർ ടൈം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെയാണ് നമുക്കുള്ളത് അറ്റൻഷൻ സ്പാൻ. പക്ഷേ നമ്മൾ അതാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഓരോരോ ടോപ്പിക്, ഇപ്പം ഇന്ത്യൻ പോളിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ആർട്ടിക്കിൾസ് ഉണ്ട്. ആർട്ടിക്കിൾ 1 എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, ആർട്ടിക്കിൾ 2 എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതേപോലെ ഓരോന്നും ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഇതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ. നമ്മൾ പറയുന്നില്ല ഈ സമയത്ത് തന്നെ നിങ്ങൾ വന്നിരുന്ന് പഠിക്കണമെന്ന് പറയുന്നില്ല. ഓരോരുത്തരുടെയും കൺവീനിയൻസ് വ്യത്യാസമല്ലേ? കറക്റ്റ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ആപ്പ് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ വെറുതെ IPM IAS എന്ന് മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് എനിക്ക് കിട്ടുമോ? IPM IAS നമ്മൾ അടിച്ചു കൊടുത്താൽ ആൻഡ്രോയിഡിൽ നമുക്ക് കിട്ടും. ആൻഡ്രോയിഡിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതേസമയം നമ്മൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക്, ഇതിന് വീഡിയോയ്ക്ക് താഴെ നമുക്ക് ലിങ്ക് കൊടുക്കുമല്ലോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐഫോണിൽ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോവുക, എടുക്കുക. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കും, ഓർഗനൈസേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ BCKIM എന്നാണ് ആ ഓർഗനൈസേഷൻ കോഡ്. അത് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആപ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലേ? ഞാൻ ഈ ആപ്പിലൂടെ കടന്നു പോയപ്പോൾ IPM IAS അക്കാഡമിയുടെ ആപ്പ് നമുക്ക് ആദ്യം തന്നെ വാങ്ങണോ വേണ്ടയോ, 12,000 രൂപ ഒരു ആപ്പിന് മുടക്കണോ എന്നൊരു സംശയം വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് 7 സെഷൻസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നില്ല, എല്ലാം ഇങ്ങനെ ടീച്ചർ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ക്ലാസ്സുകൾ എടുക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കുട്ടിക്ക് വേണമെങ്കിൽ കുട്ടി നോട്ട്സ് എഴുതിയെടുക്കണം. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് ഇത് ഡിസൈൻ ചെയ്തത്? നമ്മുടെ IPM IAS ആപ്പിലെ എല്ലാ വീഡിയോസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ നോട്ട്സ് പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, പോസ് ചെയ്ത് വേണമെങ്കിൽ എഴുതിയെടുക്കാം, ലെക്ചർ നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇവിടെയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം, നമുക്കിങ്ങനെ ഈ പഠിക്കാൻ ഭയങ്കര ടെൻഡൻസി ആയതുകൊണ്ട് തന്നെ വേറൊരു നോട്ട് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് ജമ്പ് ചെയ്യും. അവസാനം വരുമ്പോഴേക്കും ഒരു 3-4 ടെക്സ്റ്റ് ബുക്ക് കാണും ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ സിലബസ് കവർ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരു വട്ടം സിലബസ് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സെർച്ച് ചെയ്തോ, പല റെഫറൻസുകൾ നിങ്ങൾ നോക്കിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു വട്ടം കവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നോട്ട്സ് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി എഴുതാമല്ലോ. ഈ IPM IAS എന്നാണ് ഈ ആപ്പിന്റെ പേര് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇത് സിവിൽ സർവീസുകാർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ആപ്പാണോ? സിവിൽ സർവീസിന് മാത്രമായിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. പക്ഷേ സിവിൽ സർവീസിന് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നോളജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാറും. ഇപ്പം PSC LD ക്ലർക്കിലേക്ക് പോകുന്ന ആളുകളും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്.
ഇവർക്കൊക്കെ ചിലപ്പോൾ ഒരു ആഗ്രഹം കാണത്തില്ലേ സിവിൽ സർവീസ് ആയാൽ കൊള്ളാം എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിൻ്റെയും ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു IAS കാരനോ IPS കാരനോ ഒക്കെ ആയിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ല ആ പൊസിഷനിൽ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഇവരെ പുറമോട്ട് വലിക്കുന്ന ഒരു സംഭവം? ഒരുപക്ഷെ പൈസ കൂടുതലാണ് എന്നുള്ളതായിരിക്കും. അത് മാത്രമല്ല, ചിലപ്പം എന്നെ കൊണ്ട് പറ്റുമോ, എൻ്റെ ഒരു കോമ്പിറ്റൻസി വെച്ചിട്ട്, എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് പറ്റുമോ എന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് കൂടെ അല്ലേ? അപ്പം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ PSC നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ വലിയ സ്വപ്നം കാണുക, ആ സ്വപ്നത്തിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആയിട്ട് മാറും. അത് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അവിടേക്ക് എത്താനായിട്ട് പറ്റുമല്ലോ. ഈ ഇത്തരം ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്ത ഒരാൾ എന്നുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു, കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്തും ഇതിന് പൈസ എന്ന് പറയുന്നത്, ഫീസ് എന്ന് പറയുന്നത് അന്ന് തന്നെ ഏകദേശം ഒരു 35 to 40 ഒക്കെ ആയിരുന്നു. ഒരു 2012-13 ആ ഒരു കാലഘട്ടത്തിൽ. അതും ഓരോ അക്കാഡമീസിലും ഡിഫർ ചെയ്യും. ഇപ്പോഴൊക്കെ ആകുമ്പോഴേക്കും അത് 2 lakhs ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട് പല പല അക്കാഡമീസിലും. ഓക്കെ, എന്നാലും ഓൺ ആൻ ആവറേജ് ഒരു 1 lakh ഒക്കെ വരും. ഈ 1 lakh ഇന്നും ഒരുപാട് ആളുകൾക്ക് അച്ചീവബിൾ അല്ല. ലോൺ എടുത്ത് പഠിപ്പിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഇൻട്രാക്ഷൻസ് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഈ സ്റ്റുഡൻസുമായിട്ടും അതേപോലെ സ്റ്റുഡൻസിൻ്റെ പേരൻസുമായിട്ടും. സാർ എങ്ങനെയാണ് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, ഇതെങ്ങനെ ഞങ്ങൾ വിടും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിഷ്ടമാണ് ഇത് പഠിപ്പിക്കാനായിട്ട്. ഞാൻ ഒരുപാട് നാൾ ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ, പഠിപ്പിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ, സിവിൽ സർവീസ് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതിനെ അഫോർഡബിൾ ആക്കി കൂടാ. ഞാൻ ഒരുപാട് സിവിൽ സർവീസ് അക്കാഡമീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ. ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഇതിനെ എല്ലാവർക്കും അഫോർഡബിൾ ആക്കാൻ പറ്റണം. അതായത് സിവിൽ സർവീസിന് പഠിക്കാൻ ആഗ്രഹമുള്ള ആർക്കും നമ്മളുടെ കാശെന്ന് പറയുന്ന ഒരു വിഷയമാകരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 12,000 നമ്മളിത് കൊടുക്കുന്നത്. ഒരു വർഷത്തെ കോഴ്സ് 12,000 കൊടുക്കുന്നു. എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ട്യൂഷന് പോവാണ്, പ്രൈവറ്റ് ട്യൂഷന്. എത്ര രൂപയായിരിക്കും ഫീസ് ഒരു മാസം? ഒരു പിടിയില്ല. എന്നാലും ഏകദേശം 1000+ ആയിരിക്കുമല്ലോ തീർച്ചയായും, ഉറപ്പായിട്ടും. പക്ഷെ നിങ്ങളിവിടെ 1000 rupees ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ 12,000 ആണ് ഫീസ് എങ്കിൽ പോലും നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് 1000 rupees ആവുന്നുള്ളൂ. അത് നിങ്ങളുടെ വിഷന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഡ്രീമിന് വേണ്ടിയിട്ടുമാണ്. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ ആ പുസ്തകം പഠിച്ചിട്ട് അത് പാസ്സാവാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചറിനെ എന്താ പറയുക ഡിസൈൻ ചെയ്യുന്ന ഇതിനെ ബേസ് ചെയ്തിട്ടാ ആ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 12,000 സ്പെൻഡ് ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രൈസിങ്ങിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായി. ഈ കോഴ്സ് എന്ന് പറയുന്നത് ഏത് പ്രായം മുതലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും? കോളേജ് ലെവൽ മുതലാണ്. കാരണം നമ്മൾ ഈ NCERTയുടെ കോണ്ടന്റ് നമ്മൾ ഏകദേശം 12th കൊണ്ട് തീരുമല്ലോ. പിന്നെ നമുക്ക് കോളേജിൽ ഇപ്പം പ്രത്യേകിച്ച് നമുക്കൊരു 3 year ഡിഗ്രിയോ 4 year ഡിഗ്രിയോ ഒക്കെ ഉള്ള കോളേജസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ടൈം കിട്ടും. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഇനഫ് ടൈം നിങ്ങൾക്ക് കിട്ടും. കുറച്ച് സമയം, ഒരു ദിവസം പറ്റിയാൽ അരമണിക്കൂർ വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്തേക്കാകുമ്പോഴേക്കും നിങ്ങൾ യു ആർ എ മാസ്റ്റർ ഇൻ ദാറ്റ്. പിന്നെ നേരെ പോയി എക്സാം എഴുതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നെ പോയി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ പറയാൻ കാര്യം, ഞാൻ കോളേജിൽ പഠിക്കുന്നത് കോളേജിൽ ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണ് പഠിച്ചത്. അവിടേക്ക് പോകാനുള്ള കാര്യം, ഇവിടെ കോളേജ് ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാവരും പറഞ്ഞു അവിടെ പോയി കഴിഞ്ഞാൽ സിവിൽ സർവീസിന് പഠിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് അവിടെ പോയതാണ്. പക്ഷേ കോളേജിൽ ചെന്ന് അറിയാമല്ലോ, കോളേജിലെ ലൈഫും അവിടുത്തെ കൾച്ചറൽ ലൈഫും സ്പോർട്സും ഒക്കെ ആയിട്ട് നമ്മൾ നടന്നു, ഡിസ്ട്രാക്റ്റഡായി പഠിച്ചില്ല. എന്നാൽ PGക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പോയി, അവിടെയും ഇതേ സെയിം പഠിച്ചില്ല. MPhilന് പഠിക്കാമെന്ന് വിചാരിച്ചു, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോയി, അവിടെയും നടന്നു. പിന്നെ MPhil ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷമാണ് ഞാൻ കോച്ചിങ് എടുക്കാനായിട്ട് വന്നത്. അപ്പോഴേക്കും എൻ്റെ സമയം, അതായത് എൻ്റെ പ്രായം കുറേ കടന്നുപോയി. പിന്നെ ഞാൻ പഠിക്കാനിരിക്കുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആകുന്നത് ഇത്രയായി ജോലിക്ക് കയറാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സൊക്കെ ആയാലും പലയിടത്തും ജോലിക്ക് കയറിയിട്ടുണ്ട്, ഏൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പരിപാടിക്ക് പോകാൻ പറ്റത്തില്ല. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ചോദ്യമായിരിക്കും, നിനക്ക് ജോലിക്കൊന്നും പോകണ്ടടാ എന്നുള്ള ചോദ്യമാണ്. ഇപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു കോളേജ് ലെവലിൽ നിന്ന് ഇഫ് യു ആർ കമ്മിറ്റഡ് അരമണിക്കൂർ ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റിയാൽ ദാറ്റ്സ് മോർ ദാൻ എനഫ്. മനസ്സിലായി. ഈ കോഴ്സിനകത്ത് ഒരു നമ്മളുടെ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനും കൂടെ കൊടുത്തിരിക്കുന്നതാണല്ലോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തോട്ട് വന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മനസ്സ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ സിലബസ് ബേസ്ഡ് എല്ലാം പഠിച്ചു, ജനറൽ സ്റ്റഡീസ് സബ്ജക്ട്സ് മുഴുവൻ പഠിച്ചു, CSAT മുഴുവൻ പഠിച്ചു.
നിങ്ങൾ ആ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുമ്പോൾ യു ആർ ഡിസ്ട്രാക്റ്റഡ് എന്ന് വെച്ചോ, എല്ലാം പഠിച്ചിട്ടുണ്ട്, എഴുതാൻ പറ്റുമോ നേരെ? ഒരിക്കലും ഇല്ല. സോ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. അതേസമയം പഠിക്കാനിരിക്കുമ്പോഴും വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെല്ലാവരും പറയും, അല്ല പണ്ട് നമ്മളുടെ ഒരു ടാക്ടിക് ആയിരുന്നല്ലോ, അമ്മ ഞാൻ 2 മണിക്കൂർ പഠിച്ചാൽ അല്ലെങ്കിൽ 4 മണിക്കൂർ പഠിച്ചേക്ക് പറയുന്നല്ലോ. പക്ഷേ ഈ 4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ടോ എഫക്റ്റീവായിട്ട്? ഇപ്പോൾ സിവിൽ സർവീസിലുള്ള പല ആളുകളും വന്ന് പറയുന്നത് കേൾക്കാം, 6 മണിക്കൂർ പഠിക്കാറുണ്ട്, 8 മണിക്കൂർ. പക്ഷേ എഫക്റ്റീവ്ലി ഇസ് ഇറ്റ് പോസിബിൾ എന്നുള്ളതാണ്. 8 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ഇസ് ഇറ്റ് പോസിബിൾ എന്നുള്ളതാണ്. സോ ഇതിന് ഉദാഹരണം ഞാൻ പറയാൻ കാര്യം, നമ്മൾ 1 മണിക്കൂർ ഇരിക്കുമ്പോൾ ഒരു 20 മിനിറ്റ് പഠിക്കും, ബാക്കി സമയം നമ്മൾ ഫ്യൂച്ചറിലോ പാസ്റ്റിലോ അല്ലെങ്കിൽ ഇന്ന് നടന്ന എന്തെങ്കിലും സംഭവത്തിലൊക്കെ ആയിരിക്കും. നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ഓഫ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതിനേക്കാളും നല്ലത് നിങ്ങളുടെ മൈൻഡിനെ കുറച്ച് കാമാക്കാൻ പറ്റുകയാണ്, കുറച്ച് ടെക്നിക്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ പ്രസൻറ്റിൽ നിന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഉറപ്പായിട്ടും പോകും. ഈ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സോ യു നീഡ് ടു ബി മൈൻഡ്ഫുൾ. അപ്പം മൈൻഡ്ഫുള്ളായിട്ടിരിക്കുമ്പോൾ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സൈക്കോളജിക്കൽ വെൽബീയിങ് സെഷൻസ്, അത് സ്ട്രെസ് മാനേജ് ചെയ്യാനും അതിനുള്ള ടെക്നിക്സ്, ബ്രീതിങ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ നമുക്ക് എങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ്, നോട്ട് മേക്കിങ്, ജേർണലിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, ജേർണലിംഗ് ഒക്കെ പോലെ ചെയ്ത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കാൻ പറ്റും, പോസിറ്റീവ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻസ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? പലരും ഇങ്ങനെ സിവിൽ സർവീസ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ വിജയിതാക്കളുടെ ഇങ്ങനെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നതാണ്, ഞാൻ 6 മണിക്കൂർ പഠിക്കാറുണ്ട്, 8 മണിക്കൂർ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനം എന്ന് പറയുന്നത് സിവിൽ സർവീസിനെ എത്രമാത്രം സഹായിക്കുമെന്നാണ് ഗൗതമിന് തോന്നിയിട്ടുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ മണിക്കൂറിനല്ല ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഓരോരുത്തരും പഠിക്കുന്ന രീതികളും ഓരോരുത്തരും ഒരു കാര്യം ഗ്രാസ്പ് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ വീണയ്ക്ക് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന സാധനം എനിക്ക് 2 മണിക്കൂർ എടുക്കുമായിരിക്കും. സോ ഞാൻ 2 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്, വീണ 1 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം വീണ 1 മണിക്കൂർ കൊണ്ട് അത് പഠിച്ചെടുത്തു. സോ ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, ഇപ്പോൾ സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്, നിങ്ങളൊരു 5 ടോപ്പിക്ക് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ? അല്ലാതെ ഇന്നത്തെ ദിവസം ഞാൻ 7 മണിക്കൂർ പഠിക്കും എന്ന് പറഞ്ഞ് ടാർഗറ്റ് വെക്കുന്നതിനേക്കാളും ഇന്നത്തെ ദിവസം ഞാൻ 7 ടോപ്പിക്ക് പഠിക്കും എന്ന് പറഞ്ഞ് ടാർഗറ്റ് വെച്ച് നോക്ക്. ദെൻ ആക്ച്വലി അവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. നമ്മൾ ടോപ്പിക്ക് പഠിച്ചു, മണിക്കൂർ ഡസൻ കൗണ്ട് അല്ലേ, മണിക്കൂർ കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യം ഇറ്റ് ഈസ് ഓൾവേസ് ദെയർ ഇൻ യുവർ ബ്രെയിൻ അല്ലേ, നിങ്ങളുടെ മൈൻഡിൽ അത് ഉണ്ടാവും. ഈ നമ്മൾക്ക് ഇടയിൽ ഒരു ചിന്താഗതിയുണ്ട്, അതായത് സിവിൽ സർവീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി പഠിക്കണം എന്നുള്ളത്. ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? എന്താണ് സംഭവം? ഡൽഹി എന്ന് പറയുന്ന ഒരു ഹബ്ബായിട്ട് മാറിയതായിരുന്നു ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ ഹബ്ബ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ കിട്ടിയ ആളുകളെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെ നിന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം അതിന് ബെസ്റ്റ് ഉദാഹരണമാണ് IPM IAS. കാരണം സിലബസ് ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു മിത്താണ് സിവിൽ സർവീസിന് പഠിക്കുന്ന ആളുകൾ ഈ സൂര്യന് കീഴിലുള്ള മൊത്തം കാര്യം അറിയണം എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതൊരു എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്നത് അല്ലെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. സിലബസിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതിയെന്നേ, അത് നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും പഠിക്കാം. അത് നിങ്ങൾക്ക് ഡൽഹി പോകണമെന്നില്ല. അതേപോലെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം, നിങ്ങളുടേതായിട്ടുള്ള കൺവീനിയൻസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഒരുപാട് സിവിൽ സർവീസ് ആസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവരോട് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്തായിരിക്കും? ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഫൗണ്ടേഷണൽ എലമെൻറ്റ്സ് ഉണ്ട്. അതിനെ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഉപദേശം. പിന്നെ ഏത് നിമിഷമാണോ നിങ്ങൾ സിവിൽ സർവീസുകാരനാവാൻ റെഡി ആയിട്ടുള്ളത്, അതായത് എനിക്കൊരു ആഗ്രഹമുണ്ട് അതുപോലെ യൂണിഫോം ഇട്ടൊരു പോലീസ് ഓഫീസർ ആവണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങൾ ബിലീവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആകാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം ഞാൻ ചിലപ്പോൾ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പം സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികളോട് ഞാൻ ക്ലാസ് എടുക്കാം, ലൈവ് ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ കോളേജുകളിലൊക്കെ ഒരുപാട് കോളേജസ് ഞാൻ സെഷൻസ് എടുക്കാറുണ്ട്. അപ്പം ഓറിയൻറ്റേഷൻ സെഷൻസും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം കുട്ടികളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ആരും കൈ പൊക്കില്ല, ഒരു 1-2 കുട്ടികൾ പൊക്കും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാമല്ലോ. ഇവിടെ നിന്ന് ഈ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ സ്വപ്നമാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ ലിമിറ്റിംഗ് ബിലീഫാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, കാരണം അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഇത് ഫസ്റ്റ് നിങ്ങൾ നോക്കണം. 2 ഞാൻ പറഞ്ഞ ഫൗണ്ടേഷൻ NCERT.
നിങ്ങൾക്ക് ഒത്തിരി അഡ്വൈസസ് കിട്ടും. അതായത് NCERT ഒന്നും വായിക്കണ്ടടാ, നമുക്ക് മറ്റേ ഈ കോൺസെപ്റ്റ് വായിച്ച NCERT-ലുള്ള എല്ലാം ഇവിടെ കവർ ചെയ്യും. ഒരു കാരണവശാലും അത് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ന്യൂസ് പേപ്പർ ഒരു കാരണവശാലും അതിന് ഷോർട്ട് കട്ട് എടുക്കരുത്. കാരണം ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ മാഗസിനാണ്. കറണ്ട് അഫെയർ മാഗസിൻ നിങ്ങൾ വായിച്ചു, ഒരു പ്രശ്നമില്ല. പക്ഷേ ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും വായിച്ച് നോട്ട്സ് എഴുതിയതിന് ശേഷം നിങ്ങൾ കറണ്ട് അഫെയർ മാഗസിൻ ഒരു റിവിഷൻ പോലെ വായിച്ചു, ഒരു പ്രശ്നമില്ല. ഇത് ഫോളോ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് PYQ. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. എല്ലാവരും പോയി എന്ത് ചെയ്യും, PYQൻ്റെ ഒരു ടെസ്റ്റ് അങ്ങ് എടുക്കും. PYQ ഇരുന്നിട്ട് ഉത്തരം ചെയ്ത് നോക്കും. അതല്ല PYQ അനാലിസിസ്. നിങ്ങളൊരു 10 വർഷത്തെ PYQ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണ വേണം ഇന്ത്യൻ പോളിറ്റിയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6-7 വർഷം എടുത്ത് നോക്കുവാണെങ്കിൽ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ആക്ച്വലി പ്രിലിംസിലും മെയിൻസിലും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ 2025 എക്സാം എഴുതാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് അനാലിസിസ്. നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റണം പ്രോപ്പറായിട്ട്. അപ്പം ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ പ്രെഡിക്റ്റ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 10-30ഓളം ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഇത് വരാൻ സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ അഡ്വൈസ്. പിന്നെ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, ഹെൽത്ത് വൈസ് എക്സസൈസ് ചെയ്യുക, അതേപോലെ പ്രോപ്പറായിട്ട് എന്താ പറയുക ഭക്ഷണം കഴിക്കുക ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഭക്ഷണം കഴിക്കാതിരുന്ന് പഠിച്ചു ഇതൊന്നും പറഞ്ഞ് ആരെയും ബോധിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആക്ച്വലി യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. എങ്കിലേ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ്. ഈ IPM IAS അക്കാഡമിയുടെ ആപ്പിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനാലിസിസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടോ? നമുക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇൻ ദ സെൻസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണെന്ന് പറഞ്ഞില്ലേ, ആ പാർലമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഹൈ പ്രയോറിറ്റിയും പിന്നെ പ്രയോറിറ്റിയും ഇങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് പലവട്ടം വന്നിട്ടുള്ളതിന് നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട്, ബാക്കിയൊക്കെ പ്രയോറിറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നുണ്ടാവും. നമ്മൾ ത്രൂ ഔട്ട് ദ സെഷൻ സംസാരിച്ച കാര്യമാണ് NCERT-യെ കുറിച്ചും ന്യൂസ് പേപ്പറിനെ കുറിച്ചും. പക്ഷെ ഇതെങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിനൊരു കൃത്യമായ ഗൈഡൻസ് എങ്ങനെയായിരിക്കും കൊടുക്കുക? ഇപ്പം ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നോർമലി ഹിസ്റ്ററിയിലാണ് ഏൻഷ്യൻ്റ് ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്നത്. ഇപ്പം ഏൻഷ്യൻ്റ് ഇന്ത്യ തുടങ്ങുന്നത് ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഋഗ്വേദിക്, അതേപോലെ ലേറ്റർ വേദിക്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളിത് 6ാം ക്ലാസ്സിൽ പഠിക്കും, 6ാം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിക്കും. എന്നാൽ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ മിഡീവൽ ഇന്ത്യ പഠിക്കുന്നത്, 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യയാണ് പഠിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നത്? മനസ്സിലായോ? അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ 6ാം ക്ലാസ്സിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് നേരെ 12ാം ക്ലാസ്സിൽ പോയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഫൗണ്ടേഷനും പഠിച്ചു, അഡ്വാൻസും പഠിച്ചു, യു ആർ റെഡി വിത്ത് ദാറ്റ്. കാരണം നിങ്ങളിപ്പം 6, 7, 8 പഠിച്ചു പോകാൻ നിങ്ങൾ സ്കൂൾ സ്റ്റുഡൻ്റ് ഒന്നും അല്ല. സ്ട്രാറ്റജി വേണം, അതേപോലെ തന്നെ ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഡൽഹി സുൽത്താനേറ്റ് 7 വായിച്ചതിന് ശേഷം 12 വായിക്കുക. കാരണം 12ലാണ് ഈ പറഞ്ഞ ഏൻഷ്യൻ്റിൻ്റെയും മിഡീവലിൻ്റെയും മോഡേൺ ഇന്ത്യയുടെയും പറഞ്ഞതുപോലെ അഡ്വാൻസ് ലെവൽസ് കാണാൻ പറ്റുന്നത്. ബാക്കി ഇടയ്ക്കെങ്ങുമില്ല. അതേപോലെ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലാണ് നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് 9ാം ക്ലാസ്സിലാണ്. നിങ്ങൾ 7 കഴിഞ്ഞ് 8 വായിച്ചിട്ട് കാര്യമില്ല. അപ്പം നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വായിച്ചിട്ട് ഇതിൻ്റെ അടുത്ത ടോപ്പിക്ക് എവിടെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അപ്പം നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ഐഡിയ കിട്ടും. ടൈം ഒരുപാട് സേവ് ചെയ്യാം, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ പ്രോപ്പറാവും. സോ അങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഒരു പക്ഷേ അതായത് ഇപ്പൊ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഞാനൊരു ജോലിയിലേക്ക് കയറി കഴിയുമ്പോഴാണ് എനിക്ക് സിവിൽ സർവീസ് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നുള്ളൊരു മോഹം വരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലി വിടാനും പറ്റില്ല, കാരണം എനിക്ക് ഏൺ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ജോലിയും വേണം, അതേസമയം പഠിക്കുകയും ചെയ്യണം. ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരും. ഇതിനെ എങ്ങനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ആക്ച്വലി IPM IAS ആപ്പ് എന്ന് പറയുന്നത് അതിനൊരു ശരിക്കുള്ള ഉത്തരമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പിക് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഇതെപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിൽ, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, വെറുതെ അങ്ങ് പഠിക്കാൻ പോകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇന്ന് ഹിസ്റ്ററി പഠിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് പോയി ഹിസ്റ്ററി ഇരുന്ന് വായിക്കുകയാണ്. അതിനേക്കാളും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവാണ്
രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പഠിത്തത്തിൻ്റെ കാര്യം മാത്രം, നിങ്ങൾക്ക് അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയും അതേപോലെ തന്നെ ബുദ്ധിസത്തെ പറ്റിയും ജൈനിസത്തെ പറ്റിയുമാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് അതിനുവേണ്ടി മാത്രം ടൈം മാറ്റി വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടുതൽ ആൾ വായിക്കുന്ന ജോഗ്രഫിയുടെ കോൺസെപ്റ്റ് ആയിരിക്കും. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഫിക്സ് ചെയ്ത ഒരു ടാർഗറ്റിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ നേരം ഈ ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, എന്നെ കൊണ്ടത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി IPM IAS എന്ന് പറയുന്നത് നിലവിൽ ഇതൊരു ഓൺലൈൻ ആപ്പാണ്. ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇത് ഇങ്ങനെ അവൈലബിൾ ആണ്. ഇതിനപ്പുറത്തേക്ക് ഇതിന് നാളെ ഒരിക്കൽ ഇതിനൊരു ഓഫ്ലൈൻ ക്യാമ്പസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? എനിക്ക് ഇതിനെ കുട്ടികളിലേക്ക് എല്ലാം എത്തിക്കാൻ പറ്റണം. നമ്മൾ ഇനി അങ്ങോട്ടുള്ള യുഗം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് യുഗം തന്നെയാണ്. AI ഒക്കെ എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? നമുക്ക് ആ ഒരു ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വെബാണ് അല്ലേ, ഓൺലൈൻ എന്ന് പറയുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, കാരണം ഞാൻ ഇതിനെ അഫോർഡബിൾ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺലൈനിലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ എല്ലായിടത്തും ഫീസ് കൂടുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ അവർ മുടക്കിയിട്ടുള്ള മൊത്തം കാശും അവർ എവിടേക്ക് ഇടും? കുട്ടികളുടെ ഫീസിലേക്ക് ഇടും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വിഷൻ അല്ലെ, എൻ്റെ ലക്ഷ്യം, എൻ്റെ ആഗ്രഹം എനിക്ക് സബലീകരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. ഈ ആപ്പിൽ എത്രമാത്രം ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും മറുപടി തരിക? ഞാൻ ഒരു 90% സാറ്റിസ്ഫൈഡ് ആണ്. ഈ 10% ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ സിലബസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഈ ഒരു ആപ്ലിക്കേഷനകത്തുണ്ട്. പക്ഷേ ഇനിയും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കറണ്ട് അഫേഴ്സിന് റിലേറ്റ് ചെയ്ത് പിന്നെ സ്റ്റാറ്റിക് കോണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം, കറണ്ട് അഫേഴ്സിൻ്റെ കോൺസെപ്റ്റ് അതേപോലെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ അപ്ഡേഷൻസ് ഒക്കെ ഇനി നടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു പുതിയൊരു കറണ്ട് അഫെയർ നടക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്റ്റാറ്റിക് കണ്ടന്റിനെ നമ്മൾ ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഇനി നടക്കും. അതുകൊണ്ടാണ് ഞാനൊരു 10% ബാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഐ എം റിയലി കൺവിൻസ്. ഞാൻ എപ്പോഴും ഭയങ്കര സന്തോഷവാനാണ്. ഞാൻ എപ്പോഴും എപ്പോഴും ഡെസ്പ് ആകുമ്പോൾ ഞാൻ ഈ കണ്ടന്റ് എടുത്ത് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുൾ ആപ്ലിക്കേഷനിലുള്ള വോളിയം നോക്കും കണ്ടന്റിൻ്റെ. ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേ, ഇത്രയും കാര്യം കൊണ്ട് ഞാൻ എന്തൊക്കെ സ്ട്രഗിൾസിലൂടെ പോയത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റി, ഇത് ഫ്യൂച്ചറിൽ കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% കോൺഫിഡൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ സന്തോഷം. അവിടെയാണ് ഞാൻ ഇമോഷണലാവും ഈ ഒരു കാര്യം. ഒരു IPM IAS എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്ത സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും? അപ്പം ഏകദേശം 3 വർഷത്തോളം എടുത്തു ഈ ഇത്രയും കോണ്ടന്റ് നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട്. കാരണം കോണ്ടന്റ് എന്ന് പറയുന്നത് ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് ഏകദേശം 2000-ലധികം വീഡിയോസ് ഇതിനകത്തുണ്ട്, ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള ഈ സിലബസിനെ ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള. അപ്പം അത്രയും ചെയ്ത് തീർക്കാനായിട്ട് അത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റവന്യൂ ഉണ്ടായിരുന്നു, ഒരു ഇൻകം ഉണ്ടായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങിയത്, ഒരു പാഷനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആക്കണം എന്നുള്ള ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഇറങ്ങിയതാണ്. പക്ഷെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമുക്കറിയാം ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നേരത്തെ അറിയാം. പക്ഷേ ഫേസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് സ്ട്രഗിൾ, അത് സ്ട്രഗിളാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ഒന്നും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എൻ്റെ പാർട്ട്ണർ, എൻ്റെ കമ്പാനിയൻ, എൻ്റെ വൈഫ് അരുണിമ എന്നാണ് പേര്. അപ്പം അരുണിമയുടെ ഹെൽപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫിനാൻഷ്യലി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതേപോലെ ഇമോഷണലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരാളാണ്. നമ്മൾ വീണ് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലല്ലേ അല്ലേ? പല സമയത്തും വീണ് ചാഞ്ഞു പോകും, പക്ഷേ ആളുള്ളത് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ പേരൻസ് ആയാലും, പേരൻസിന് ചിലപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരെല്ലാവരും പേടിച്ചു. കാരണം അവർക്കാർക്കും അത് ഡൈജസ്റ്റ് ആവില്ല. എല്ലാവരും ഞാനും സിവിൽ സർവീസ് ആവണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണല്ലോ, എനിക്ക് ആവാൻ പറ്റിയില്ല. അപ്പം ആ ഒരു വിഷമം അവർക്ക് എന്തായാലും ഉണ്ട്. അപ്പം അവൻ എന്തോ ചെയ്യുന്നുണ്ടെന്നറിയാം, പക്ഷെ എന്താണ് എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണ ഇല്ല. ഒരു പേടിയുണ്ട്, ഇപ്പോഴും അവർക്ക് പേടിയുണ്ട് എൻ്റെ കാര്യത്തിൽ. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനാണ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, മോനു എന്നാണ് പേര്. അളിയൻ എന്നെ എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റും എന്ന് എനിക്കുള്ളൊരു വിശ്വാസമുള്ളൊരു ആളാണ് അളിയൻ. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ. കാരണം ഇങ്ങനൊരു സംഭവം തുടങ്ങിയപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫണ്ടിങ് ആണ്. അപ്പം ആ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഐഡിയ പ്ലേസ് ചെയ്തപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇന്നും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് സ്ട്രഗിൾസ് ഒരു പരിധി വരെയൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഇപ്പം എൻ്റെ ഫാക്കൽറ്റി ലിസ്റ്റിൽ എന്ന് പറയുന്നത് ഇപ്പം പല അക്കാഡമീസിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്, ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അവരെല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂജാണ്, ഇമ്മൻസ് കോൺട്രിബ്യൂഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ആക്ച്വലി എനിക്കത്
ഈ ഒരു ലെവലിലേക്ക് ആ കോണ്ടന്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. മനസ്സിലായി. എപ്പോഴെങ്കിലും ഒക്കെ നമുക്കിങ്ങനെ ഇത് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ചില സമയം ഉണ്ടാവില്ലേ? അതിനെയൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്തത്? അത് ആക്ച്വലി സ്പീക്കിംഗ് ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും എൻ്റെ ലൈഫ് സ്കിൽസിന് വേണ്ടിയിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കും. അതെല്ലാം സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ് ഒക്കെ. കാരണം എനിക്ക് എന്നെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയേ പറ്റുള്ളൂ, എന്നെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തിയതേ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ റിയാലിറ്റിയാണ്, നമ്മൾ ഫേസ് ചെയ്യുകയാണ്. പക്ഷേ ദർ ഇസ് എ ഹോപ്പ്, അപ്പുറത്തുണ്ട് ഒരു ഹോപ്പ്. അതിലേക്ക് എനിക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു പാസ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ്. കാരണം അവൾ എന്നെ ഒരു കാരണവശാലും ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തുടങ്ങി ആൾക്ക് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പോലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അപ്പം ഞാൻ ഏറ്റവും എന്താ പറയുക കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ വൈഫിനോട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. ഏതായാലും ഒരു വലിയ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ IPM IAS അക്കാഡമിക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ആപ്പിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഒരുപാട് കുട്ടികളെ സിവിൽ സർവന്റ്മാരാക്കാനായിട്ട് IPM IASന് സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. India's most affordable IAS coaching for civil service aspirants. Download IPM IAS.